ഈ പുഴയുടെ മറുകരയിൽ എത്തിക്കൊണ്ടാണ് രഞ്ജിത്ത് ചില സംശയങ്ങൾ കൂടി പ്രകടിപ്പിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് രഞ്ജിത്തിനോട് തന്നെ നേരിട്ട് ചോദിക്കാം. രഞ്ജിത്തും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കൃഷ്ണദാസും നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഇത്ര സംശയം വരാനുള്ള കാരണം? അല്ല, എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ പറഞ്ഞാൽ ശരിയാകത്തില്ല. അപ്പോൾ ഞാനെല്ലാം ഇങ്ങനെ ഓവറായിട്ട് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ വിശ്വാസയോഗ്യമല്ലാത്ത കാര്യങ്ങൾ വേണം പറയും. പിന്നെ എൻ്റെ കളക്ടറെ അസിസ്റ്റ് ചെയ്യാൻ അന്ന് ആദ്യം അനുമതി തന്നും ഇന്നലെ വൈകുന്നേരം വരെ ഇത് തീരുന്ന ഒരു അനുമതി തന്ന ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. ബാക്കിയുള്ള എല്ലാ നാട്ടുകാർക്കും കൂടെയുള്ള സഹപ്രവർത്തകർക്കെല്ലാം ഇതുപോലെ സംശയമുണ്ട്. അദ്ദേഹം വിശദീകരിക്കും. ഇപ്പോൾ നാട്ടുകാരെ പ്രകാരം അദ്ദേഹം തന്നെ വിശദീകരിക്കും. എന്താണ് പറയാനുള്ളത്? ഞങ്ങൾ വന്നപ്പം തന്നെ നമുക്ക് ആദ്യത്തെ ഒരു എക്സ്ട്രാ ഫോഴ്സ് നമുക്ക് ഇപ്പോൾ കാണിച്ചിട്ടുണ്ടായിരിക്കും നേരത്തെ. അതായത് നമുക്ക് അവിടെ മണ്ണെടുത്തിരിക്കുന്ന രണ്ട് വശത്തിൻ്റെ ഇടയ്ക്കിരിക്കുന്ന മണ്ണാണ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു മണ്ണിൻ്റെ ഒരു അളവ് നമുക്ക് ഏകദേശം ഊഹിക്കാമല്ലോ. അവിടെ നിന്ന് അത് ഇത്രയും മണ്ണുകൾ പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിൽ ഇപ്പോൾ ഒരു ഐലൻഡ് രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്ട്രാ ഫോഴ്സ് ഉണ്ടെന്ന് നമ്മൾ അന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവരെ നമ്മളെ അന്നേ എതിർത്തതാണ്. ആ സമയം തന്നെ നമ്മൾ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എക്സ്ട്രാ ഫോഴ്സ് ഉണ്ടെന്ന് ഇപ്പം ഞങ്ങൾ ഈ വശത്തേക്ക് ഇപ്പം 30 കിലോമീറ്റർ ഓടിയിട്ടാണ് നമ്മൾ ഈ വശത്തേക്ക് വന്നത്. കാരണം ഇന്ന് നമുക്ക് അവിടേക്ക് അനുവദിച്ചിട്ടില്ല. കാരണം നമ്മൾ റെസ്ക്യൂ പൂർണ്ണമായിട്ട് അവർ തടഞ്ഞിരിക്കുകയാണ്. ഇനി അത് മുന്നോട്ട് പോകാൻ സാധ്യതയില്ല ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട്. കാരണം അവർക്ക് ആവശ്യം നമ്മൾ ഈ റെസ്ക്യൂ നടത്താൻ അവരെന്തോ അടച്ചു വെച്ചിരിക്കുന്ന കാര്യം പുറത്തെടുക്കരുത് എന്നത് തന്നെയാണ് അവരുടെ ആവശ്യം. അത് ഐഡിങ് ചെയ്യാനുള്ളതാണ്. അപ്പം നമ്മളത് തേടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പം വന്നപ്പോൾ നമ്മുടെ ആദ്യത്തെ സംശയം ബലപ്പെട്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇവിടുത്തെ ലോക്കൽസായ 2 കുട്ടികളെ കണ്ട് സംസാരിച്ചപ്പോൾ അവർ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടെന്ന് അവർ 100% ഉറപ്പ് പറഞ്ഞു. ഞാൻ ചോദിച്ചു അതിൻ്റെ വീഡിയോ എടുക്കട്ടെ നിങ്ങൾ പറയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളുടെ ഫേസ് എടുക്കരുത്. അല്ല, നമ്മൾ അവിടെ ഈ ലൈൻ കണ്ടോ? എന്തോ ഹൈ ട്രാൻസ്മിഷൻ ലൈനാണ് പോയിരിക്കുന്നത്. ഹൈ ടെൻഷൻ ലൈൻ ഈ സമയത്ത് ഇവിടെ നിർത്തിയിരിക്കുന്ന വന്നിരിക്കുന്ന ലാൻഡ് സ്ലൈഡ് ഒഴുകിയാണ് വരിക. സ്റ്റാർട്ടിങ് അറിയാമല്ലോ, അതൊരു പ്രഷർ ഓവർ ഉണ്ടാവില്ല. അതിൻ്റെ റണ്ണിങ് പവറാണ് ഉണ്ടാകുന്നത് സാധാരണഗതിയിൽ. ആ റണ്ണിങ് പവറിൽ അത്രയും ഫോഴ്സിൽ ആ സാധനം വന്നിട്ട് ഇവിടെയൊക്കെ റെക്കോർഡ് ചെയ്താൽ കാണാം ഇത്രത്തോളം. അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 10-15 അടി ഹൈറ്റിലാണ് പല ഭാഗങ്ങളും പോയിരിക്കുന്നത്. വെള്ളം വന്ന് അടിച്ചു പോയിരിക്കുകയാണ്. തെങ്ങുകളൊക്കെ പല തെങ്ങിൻ്റെ പാതിയിൽ മുറിഞ്ഞിരിക്കുകയാണ്. ഇത് ഇവിടെ റെക്കോർഡ് ചെയ്യുമ്പോൾ കാണാം.